ഹായ് നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സെക്കൻഡ് ഫ്ലോർ ഓഫ് ഫിനാൻഷ്യൽ പിരമിഡ്. നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോസിൽ അല്ലെങ്കിൽ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫിനാൻഷ്യൽ പിരമിഡ് നിർമ്മിക്കുക എന്നുള്ളത്. അതിന്റെ ഫൗണ്ടേഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് മുകളിലേക്കുള്ള ബിൽഡിങ് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. അത് ഫൗണ്ടേഷൻ നമ്മൾ കണ്ടു, അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ എന്താണെന്ന് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിന്റെ സെക്കൻഡ് ഫ്ലോർ എന്തായിരിക്കും എന്നാണ്. സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. നമുക്ക് പല രീതിയിലുള്ള സേവിങ്സ് ആവശ്യമാണ് അല്ലെ. ഒരേ കാര്യത്തിൽ മാത്രം നമ്മൾ സേവ് ചെയ്താൽ എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് അവിടെ ഉണ്ടായാൽ നമ്മളുടെ സകല ഡ്രീംസും തകരാറിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പല രീതിയിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് സേവിങ്സിന്. കാരണം നമുക്ക് ചിലപ്പോൾ ഷോർട്ട് ടൈമിൽ പീരീഡിലേക്ക് വേണ്ടതുണ്ടാവാം, ലോങ് ടൈമിലേക്ക് വേണ്ടതുണ്ടാവും, ജീവിതകാലം മുഴുവൻ ഗ്യാരണ്ടീഡ് ഇൻകം കിട്ടുന്നതുണ്ടാവണം. അതുപോലെ നമ്മുടെ ചെറിയ ചെറിയ ഗോൾസ് നമുക്ക് ഫുൾഫില്ല് ചെയ്യണമെങ്കിൽ അതിന് വേണം, എമർജൻസി ഫണ്ട് വേണം. അപ്പം ഇതിനൊക്കെ ആയിട്ട് വേണം ഓരോ ഫ്ലോറും നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് കറക്റ്റായിട്ട് നമ്മൾ മോഡൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. ഗ്രോത്ത് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബോൺസ്, അതുപോലെയുള്ള ഡിപ്പോസിറ്റുകളിലൊക്കെ വയ്ക്കാം, അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ചെയ്യാം, അതുപോലെ SIP, മ്യൂച്വൽ ഫണ്ട്, പിന്നെ ETF, എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് എന്ന് പറയുന്ന ETF, അതിൽ സ്റ്റോക്ക്, കമ്മോഡിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, റിസ്ക് കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ ചെറിയ ലോങ് ടൈം അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഗോൾ നമുക്ക് അതിൽ നിന്നും ഫുൾഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതായിരിക്കണം ഈ ഒരു ഫ്ലോറിൽ നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത ഒരു വീഡിയോയിൽ അടുത്ത ഫ്ലോർ എങ്ങനെയായിരിക്കണം ബിൽഡ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.